ഫ്രണ്ടിൽ പോണ ചേട്ടൻ ആണ് എനിക്ക് വഴി പറഞ്ഞു തരണം കേട്ടോ. മഞ്ജുവാരുടെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരികയാണ്. അപ്പം നമ്മൾ റീലിലൊക്കെ കാണുന്ന ഫുള്ള് താമരപ്പാടട്ടോ. ചെളിയല്ല, പക്ഷെ നല്ല ആളുണ്ടായിരുന്നു. ഒരാൾ ബാക്കിൽ നിന്ന് തള്ളിയാലേ വണ്ടി കയറുള്ളൂ. കുറച്ചും കൂടി ഉള്ളൂ, പക്ഷെ ഇത് വല്ലാത്തൊരു പണിയായിപ്പോയി. ഉണ്ടായി ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്തെ എടുക്കുന്നതാണ് മഞ്ജുവാരുടെ വീട്. അതെ, ആ ഫുള്ള് ഷാപ്പൊക്കെ കള്ള് ഷാപ്പ് ആ ഭാഗത്തില്ലേ? ആ അതെയാ. ആ മെയിൻ റോട്ടിക്കാണോ കണക്ഷൻ വരുന്നത്? അതെ, ശരിയാ. ആലപ്പാടാണ് വീട്, മറ്റേ മഞ്ജുവാരുടെ വീട്. അതെ, ആ ശരി. അപ്പം എൻ്റെ ബാക്കിൽ നോക്കിയേ, നല്ല വിശാലമായ പച്ചപ്പാടട്ടോ. ഇത് പുള്ള് പാടത്തിൻ്റെ ഭാഗങ്ങളാണ്. പുള്ള് തൃശ്ശൂർ പുള്ളിലെ പാടം ഉണ്ടല്ലോ, പുള്ളെന്നറിയാലോ. പുള്ള് കള്ളുഷാപ്പ്, അതുപോലെ മഞ്ജുവാരുടെ വീടൊക്കെ. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല. ഞാൻ ആക്ച്വലി ഇവിടെ അന്തിക്കാട് വാരാഹി ദേവി ക്ഷേത്രമുണ്ട്, ഞാൻ വരാറുള്ള ക്ഷേത്രമാണ്. അവിടെ ബാക്കിൽ കാണുന്നതാണ് ക്ഷേത്രം ഞാൻ പറഞ്ഞിരുന്നു ഈ പാടത്തിന് നടുവിലായിട്ടാണ് ക്ഷേത്രം ഉള്ളതെന്ന്. അപ്പം അതാണ് ഈ ഒരു പാടം. കഴിഞ്ഞ 2 പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നടന്ന് നോക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നോക്കി എന്താ ഭംഗി. നമുക്ക് എന്തായാലും പുള്ള് പാടത്തിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം. ഞാനിതിന് മുന്നേ പുള്ള് ഒരു വട്ടം വന്നിട്ടുണ്ട് പുള്ള് പാടത്തേക്ക്, പക്ഷേ എനിക്ക് ഒരുപാടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇത് നേരെ മെയിൻ റോട്ടിലേക്കുള്ള ഒരു കണക്ഷനാണ് ഇവിടെ വരുന്നത്. ഈ ഒരു പാത മണ്ണൊക്കെ ഇട്ടിട്ടുള്ള പാടത്തിന് നടുവിലൂടെയുള്ള ഒരു ചെറിയൊരു വഴിയാണ് കേട്ടോ. അപ്പം തൃശ്ശൂരിലെ ഓരോരു വരാഹി ദേവി ക്ഷേത്രമാണ്, പഞ്ചമി വരാഹി ദേവി ക്ഷേത്രമാണ്. അത് ആലുംതാഴം എന്ന് പറയുന്ന സ്ഥലത്താണ്, അന്തിക്കാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ, വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം, താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇടാം കേട്ടോ. അത് പാടത്തിൻ്റെ നടുവിലൂടെ വണ്ടിയായിട്ട് പോവാണ് കേട്ടോ. ഒരു ചെറിയൊരു പെട്ടി വണ്ടി വരുന്നുണ്ട് അവിടെ നിന്ന്. അത്യാവശ്യം ചെറിയ 2 വണ്ടികൾക്ക് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഫുള്ള് വെള്ളം, എങ്ങനെയോ കഷ്ടപ്പെട്ട വണ്ടി കടന്നു പോയിട്ടാ. ഇവിടെയൊക്കെ വെള്ളം കൂടി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ നെൽകൃഷി ചെയ്യുന്ന ഭാഗങ്ങളാണ്. ഇതൊരു കാന പോലെ, കാനയല്ല തോട് പോലെ കേട്ടോ വെള്ളം. ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിലൊരു ചെറിയ പെട്ടി വണ്ടി വന്ന സ്ഥിതിക്ക് വഴി നല്ല വഴിയാണെന്ന് വിചാരിക്കുക. ഇത് രസമല്ലേ, ക്ഷേത്രം അതിനോട് ചേർന്ന് ഇത്രയും വലിയ പാടം, ഈ പാടത്തിന് നടുവിലൂടെയൊക്കെയുള്ളൊരു വഴി, ഇതൊക്കെ കാണാൻ തന്നെ എന്ത് രസമാണ്. അവിടെ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ട് കേട്ടോ. ഈ ഇവരുടെ എന്തെങ്കിലും എഞ്ചിന് മോട്ടർ കാര്യങ്ങളൊക്കെ ഉള്ള ഷെഡാണ്. ഇനി എങ്ങോട്ടാണ് വഴി? ഈശ്വര, ആഹാ നോക്കിയേ, ഇവിടെ നല്ല ആളുണ്ടെന്ന് തോന്നുന്നു. ഇനി വഴി ഇങ്ങോട്ട് പോകണം. ഇവിടുന്ന് ഇത്രയും ദൂരം വന്നു കേട്ടോ. ഒരു ട്രാൻസ്ഫോമറൊക്കെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ വഴിയൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട കേട്ടോ. ഇവിടെ കടക്കാനും പറ്റില്ല. ആ ഫ്രണ്ടിൽ പോണ ചേട്ടൻ ആണ് എനിക്ക് വഴി പറഞ്ഞു തരണം കേട്ടോ. മഞ്ജുവാരുടെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരികയാണ്. നല്ല ദൂരമുണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ സൈഡിലേക്ക് ഓരോ വഴികളുണ്ട്, അപ്പം ഒന്നും മനസ്സിലാവില്ല. ചേട്ടൻ ഭയങ്കര സ്പീഡിലാണ് ഈശ്വര. അപ്പം ഈ ഒരു വഴി നേരെ പോകുമ്പോഴാണ് മഞ്ജുവാരുടെ ഒക്കെ വീട്ടിലേക്കുള്ള റൂട്ട് വരുന്നതെന്ന് പറഞ്ഞത്. വെയിലുണ്ടെങ്കിൽ പോലും വലിയ ചൂടൊന്നുമില്ല കേട്ടോ. നല്ല സുഖമുണ്ട്, നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല സുഖമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്. വല്ലാത്തൊരു അബദ്ധം പറ്റിപ്പോയി. ഇവിടെ കുറച്ച് ചെളി കയറ്റിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ചെളിയായിട്ടുള്ള ഉണങ്ങി. പക്ഷേ ഇവിടെ നല്ല കുണ്ടുണ്ടായിരുന്നു, ഞാൻ അതിൽ പെട്ടുപോയി. ഇങ്ങനെ നാളായി പോയി ഇവിടെ. ഞാൻ വണ്ടി കയറ്റാൻ പറ്റുമെന്ന് വിചാരിച്ചു, പക്ഷേ ഐ കാൺട്ട്. ദൈവമേ,
ഇതാണ് പാടത്തിൻ്റെ നടുവിലൂടെയൊക്കെ പോയാലുള്ളൊരവസ്ഥ. വണ്ടി റേസ് ചെയ്തിട്ടും കയറില്ല കേട്ടോ, കാരണം നല്ല നല്ല ആഴത്തിലായി പോയത്. ഞാൻ റേസ് ചെയ്ത് നോക്കി, പക്ഷേ പറ്റുന്നില്ല. അവിടെ 2 ചേട്ടന്മാരെ നിൽക്കുന്നുണ്ട്. അവരൊന്ന് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിലും ഒന്ന് തള്ളിത്തരും ചോദിക്കായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. ചെളിയൊന്നും ആയിട്ടില്ല, ചെളിയല്ല, പക്ഷെ നല്ല ആഴമുണ്ടായിരുന്നു. ഒരാൾ ബാക്കിൽ നിന്ന് തള്ളിയാലേ വണ്ടി കയറുള്ളൂ. ഇത് അവിടെ മെയിൻ റോഡ് കാണാം കേട്ടോ. അവിടെ നിന്ന് വണ്ടികളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. കുറച്ചും കൂടി ഉള്ളൂ, പക്ഷെ ഇത് വല്ലാത്തൊരു പണിയായിപ്പോയി. അതുകൊണ്ട് അവിടെ ഒരു കുണ്ടുണ്ടോ, ഇതിനടിയിൽ കൂടെ വെള്ളം പോകുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ അതിസാഹസികമായി വണ്ടി അതിൻ്റെ ഉള്ളിൽ നിർത്താം. 2 ചേട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ, അവർ ഹെൽപ്പ് ചെയ്തു. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഒന്ന് നോക്കി. ആ തെറ്റത്തായിരുന്നു കേട്ടോ അമ്പലം. അവിടെ നിന്ന് ഇത്രയും ദൂരം ഞാൻ വന്നു. എന്താ ഭംഗിയില്ലേ. കണ്ടോ അവരവിടെ ഞാറ് നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ ജംഗ്ഷനിൽ വന്നു. കണ്ടോ അവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്ത് എടുക്കുന്നതാണ് മഞ്ജുവാരുടെ വീട്. അവിടെ എന്തൊക്കെയോ മുകളിൽ ഇത് പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. ഈ ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവമാണെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു കൂപ്പണൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അവിടെ ചേച്ചിമാർ. അപ്പം അതിന് മഞ്ജുവാരൊക്കെ വരുന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് അവിടെ ഒരു കുഞ്ഞു ക്ഷേത്രമാണ്, ഇവിടുത്തെ ദേവിയുടെ ക്ഷേത്രമാണ്. ഇതാണ് മഞ്ജുവാരുടെ വീട്. ഭാര്യ എന്ത് പേരായിട്ട് കേട്ടോ. ഇവിടെ ഇല്ല, അവിടെ കാറൊക്കെ കിടക്കുന്നുണ്ട്. മുകളിൽ പണിക്കാരുണ്ട് കേട്ടോ. പിന്നെ കടയിലത്തെ ചേച്ചിയോട് ചോദിച്ചപ്പം ഇവിടെ ആരുമില്ല, ഒരു ഇടയ്ക്ക് മാത്രമേ വരുള്ളൂ എന്നാട്ടോ പറഞ്ഞത്. അപ്പം നമ്മൾ മഞ്ജുവാരുടെ വീടിൻ്റെ അവിടേക്ക് വന്നു. ഇതാണ് മഞ്ജുവാരുടെ വീട്. ഈ ഉത്സവത്തിന് വരുമെന്ന് പറഞ്ഞായിരുന്നു, അറിയില്ല. വലിയ വീടൊന്നല്ല കേട്ടോ, ഇവരുടെ പണ്ടത്തെ വീടാണ്, വല്ലപ്പോഴൊക്കെ വരുന്ന വീടാണ്. ഫുള്ള് ശ്രീ കാർത്തിയാനി ക്ഷേത്രം എന്നാണ് കേട്ടോ. അത് ഭഗവതി ക്ഷേത്രമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആണല്ലോ. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഒരു പേരാലൊക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതേ പാടം തന്നെയാണ്. പാടത്തിൻ്റെ നടുവിലൂടെയുള്ള വഴിയാണ്. നമ്മുടെ ഫുള്ള് ഷാപ്പുണ്ടല്ലോ, അത് ഇവിടുന്ന് കുറച്ചുകൂടി പോയാലാട്ടോ. അപ്പം നമ്മൾ റീലിലൊക്കെ കാണുന്ന ഫുള്ള് താമരപ്പാടട്ടോ. ഓക്കെ, ആ അറ്റം മുതൽ ഈ ഒരു അറ്റം വരെയുണ്ട്. പക്ഷെ ഇതിലൊന്നും താമരയില്ല, അപ്പുറത്ത് ഭാഗത്ത് താമരയുണ്ട്. അതിലൂടെ ഇറങ്ങി നോക്കാം കേട്ടോ. നമ്മൾ നടന്ന് പോവുകയൊക്കെ ചെയ്യാം. അവിടെ ആളുകൾ എത്തുന്നുണ്ടാവും. എന്തൊരു സ്ഥലമാണ്. ഇൻസ്റ്റൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുറേ വീഡിയോസ് കാണാം. താമരപ്പാടത്തിൻ്റെ റീലുകൾ കുറേ കാണാറുണ്ട് കേട്ടോ. അതെ, അവിടെ കുറേ വഞ്ചികൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഫുള്ള് താമരപ്പാടം. ഇവിടെ ചെണ്ടുമല്ലി കൃഷിയുണ്ട്. അവിടെ അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ തണ്ണിമത്തൻ കൃഷിയുണ്ടെന്നാട്ടോ പറഞ്ഞത്. ഈ ഒരു സൈഡിൽ മാത്രം നിറയെ താമര. ഇതൊന്നല്ല കേട്ടോ, അതിൻ്റെ സീസൺ കഴിഞ്ഞു തുടങ്ങി. അതിൻ്റെ സീസണിൽ വരുമ്പം കണ്ടമാനം ഉണ്ടാവും ഇവിടെ. ഇവിടുന്ന് തണ്ണിമത്തം വാങ്ങുന്നുണ്ട് അവർ. അവിടെ തണ്ണിമത്തൻ കൃഷിയുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ആവശ്യമുള്ളത് പറിക്കുക, അവിടെ വന്നിട്ട് പൈസ കൊടുത്ത് മേടിക്കുക. അവിടെ ഒക്കെ കുറേ മുട്ടുകളുണ്ട് കേട്ടോ. പക്ഷെ ഒരെണ്ണം പോലും ഇവിടെ വിരിഞ്ഞിട്ടില്ല കേട്ടോ. 2 സൈഡിലും ചെണ്ടുമല്ലി കൃഷി. അപ്പം ഈ വഴിയൊക്കെ പോകുന്നവരെ ഈ പാടൊന്ന് ശ്രദ്ധിച്ചോളൂട്ടോ. ഇവിടെ ഈ സമയത്ത് ഇതേ തണ്ണിമത്തൻ ഉണ്ടോ, കാണുന്നുണ്ടോ? തണ്ണിമത്തല്ലേ ഇപ്പം എടുക്കണു. അവരിത് പറിച്ചിട്ട് പോയി വാങ്ങാം. ഇത് ഇവിടെയൊക്കെ കുറേ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് അധികം പോകാൻ പറ്റില്ല. ഒരുപാടുണ്ട് കേട്ടോ തണ്ണിമത്തൻ. എന്ത് രസത്തിലുണ്ടായി നിൽക്കണേ, നല്ല പച്ച കളറ്.
അവിടുന്ന് കുറച്ച് നേരം കൊണ്ട് വന്നപ്പോൾ നോക്കിയേ സോളാർ പാനൽ വെച്ച് നോക്കിയേ ഒരു ജംഗ്ഷൻ പോലെയൊക്കെ ഉണ്ട്. 7 മണി മുതൽ വൈകിട്ട് 6:30 വരെ ബോട്ടിങ് കയാക്കിങ് 100 രൂപ അല്ലേ. കൊട്ടവഞ്ചിക്കും പെഡൽ ബോട്ടിനും 200 രൂപ വെച്ചിട്ട്. ഉള്ള തന്നെയാണ് കേട്ടോ സ്ഥലം. ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള കൊട്ടവഞ്ചിയും കയാക്കിങ് ഒക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാം കേട്ടോ. ഇവിടെ ചെറിയൊരു റെഗുലേറ്റർ ഉണ്ട് കേട്ടോ. അവിടെ ക്ലോസ്ഡ് ആണ്. നിൽക്കുന്നെല്ലാം ഓരോ കടകളുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. അത് ഈവനിങ് ആകുമ്പോഴാണ് ഈ കടകൾ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോഴാണ് കൂടുതൽ ആളുകൾ വരുന്നത്. അങ്ങനെ നമ്മൾ പുള്ള് പാടം കഴിഞ്ഞ് പുള്ളിൻ്റെ അടുത്ത് കിടക്കുന്ന സ്ഥലം മനക്കൊടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. മനക്കൊടി വഴി വന്നിട്ട് പിന്നെ തൃശ്ശൂർ കാഞ്ഞാണി മെയിൻ റോഡിലെത്തും. അവിടുന്ന് നേരെ കാഞ്ഞാണിക്ക് വന്നേക്കാണ് കേട്ടോ. ഇതിവിടെ ഇതിൽ കാണുന്നത് കാഞ്ഞാണി പാടമാണ്. റോഡിൻ്റെ 2 സൈഡിലും പാടങ്ങളാണ് കേട്ടോ. കാഞ്ഞാണിയിൽ നിന്ന് നേരെ പാവർട്ടി റൂട്ടിലേക്ക് വയ്ക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. എല്ലാ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പുള്ള് വഴി വരുന്നവരെന്തായാലും ഈ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല രസമാണ്.